കമ്പി പുറത്തേക്ക് അടിച്ചിട്ടുണ്ട്. വീട് പണി കഴിഞ്ഞ് പെയിന്റിങ് കഴിഞ്ഞ് ഹൗസ് വാമിങ് കഴിഞ്ഞാൽ 5-6 കമ്പി പുറത്തേക്ക് തള്ളിയിരിക്കുന്ന വീടുള്ളവരില്ലേ കൊടുത്ത് ഉണ്ടെന്നില്ല എന്തിനുവേണ്ടിയാ? അതിന്റെ മുകളിൽ ഇങ്ങനെ പണിയാറുണ്ട്. ക്ലിയർ ആണോ അല്ലേ? കല്യാണം കഴിഞ്ഞ് പെണ്ണിനെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുക്കാന്ന് പറഞ്ഞാൽ വീണ്ടും കൊടുക്കാതിരിക്കുക, പിന്നെ എന്നും വീണ്ടും അവിടെ നിന്ന് ഫോൺ വിളി ബഹളം നടത്തിക്കൊണ്ടിരിക്കുക. ക്ലിയർ ആണോ അല്ലേ? ഓട്ടോമൊബൈൽ ഷോപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞ ലൈറ്റ് പിടിപ്പിച്ച കാർ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. അപ്പോൾ അവിടുത്തെ സെയിൽസ്മാൻ പറയും അത് VXI മോഡലാണ്. എന്ത് മോഡലാണെങ്കിലും എന്റെ കയ്യിൽ എന്റെ വണ്ടിയിൽ കൂടെ മഞ്ഞ പിടിപ്പിച്ച് താ, എനിക്ക് എന്താ ഫ്ലാപ്പ് ഇടാത്ത ഇങ്ങനെ പറഞ്ഞ് കരയെന്ന് പറയാൻ എറണാകുളത്തുള്ളൂ. തിരുവനന്തപുരത്ത് ഇങ്ങനത്തെ കാറ്റഗറി, അതായത് കൊടുക്കേണ്ട പൈസയ്ക്ക് കൊടുക്കാനും പറ്റുന്നില്ല, എന്നാൽ കിട്ടേണ്ടതെല്ലാം കിട്ടണമെന്ന് പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കുന്ന കുറെ എണ്ണം ഉണ്ടോ ഇല്ലേ? അതിനെ ഒന്ന് അനുഭവിച്ചൂടെ? അതെ, ഞാൻ ഇഷ്ടപ്പെട്ട വണ്ടി ഇഷ്ടപ്പെട്ട തുകയ്ക്ക് മേടിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നല്ലതാണോ അല്ലേ? വീട് വെച്ചാൽ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഹൗസ് വാമിങ് നടത്തിയാൽ നല്ലതാണോ അല്ലേ? പലപ്പോഴും എംപ്ലോയി സെൽഫ് എംപ്ലോയി ചെയ്തതിനാണ് എന്തെങ്കിലുമൊക്കെ ബാക്കി വെച്ചിട്ടായിരിക്കും ഹൗസ് വാമിങ്. നിങ്ങൾ കുറ്റം പറയുന്നത് പണിക്കാരെ കിട്ടാനില്ല ഒന്നല്ല, പൈസ തരുള്ളൂ. ശരിയാണോ അല്ലേ? പറയില്ല, നമുക്ക് ഈ പ്രശ്നങ്ങളാണ്. പക്ഷെ ഇതുപോലുള്ള സാധ്യതകളെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണതയിൽ എത്താത്തതിന് പൂർണ്ണതയിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി കണ്ടൂടെ? അതിനാണ് ഡ്രീം എന്ന് പറയുന്നത്. ഡ്രീം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പറയണ്ടാവും, ഇത് ഇഷ്ടപ്പെട്ടൂടെ? ഹലോ, ക്ലിയർ ആണോ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് നീഡ് ഉണ്ടാവണം. ആ നീഡ് 1, 2 അല്ല 100, 101 വരെ ആവാം. നല്ലൊരു ടേബിൾ ടോപ്പ് ഗ്രൈൻഡർ വേണമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ ആദ്യം പക്ഷെ ആ സമയത്ത് ഞങ്ങൾ വീട്ടിലില്ല. അപ്പോൾ പെണ്ണുള്ള ഞങ്ങളുടെ കുട്ടികൾ തള്ളില്ല. എന്താ ചെയ്തത് കാര്യം? തന്നേക്കുന്ന അന്ത്യശാസനം 10 പിടിമെങ്കിൽ എഴുതിയിട്ട് എൻ്റെ വന്നാൽ ഞങ്ങളിങ്ങനെ ടേബിൾ ടോപ്പ് ഗ്രൈൻഡർ ഞാൻ 10 പ്രാവശ്യം പറഞ്ഞാൽ മേടിച്ചു ചെയ്തില്ല. എഴുതും ടേബിൾ ടോപ്പ് ഗ്രൈൻഡർ. ക്ലിയർ ആണോ? അപ്പൊ ഏപ്രിൽ മാസത്തെ കമ്മീഷൻ 70,500 ഒരു ടേബിൾ ടോപ്പ്. ക്ലിയർ ആണോ അല്ലേ? സോ നിങ്ങൾക്കറിയാം, ഒരു പക്ഷേ ജ്യോതിഷ പ്രകാരം പറയാനുള്ള വൈഫിന് ഒരു രക്തത്തിന്റെ ഒരു മാലയോ ഒരു സാധനം നിങ്ങൾ ഓർമ്മയുണ്ടാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു സാധനം എനിക്ക് മേടിച്ചു കൊടുത്തൊരു സാധനം, ഡയമണ്ട് നെക്ലസോ എന്തോ അങ്ങനെ അല്ലെങ്കിലൊക്കെ മേടിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഈ ബിസിനസിന്റെ ഈ കമ്മീഷനിലൂടെ നേടിക്കണമെന്ന് തീരുമാനമെടുത്തത് ലിനി സപ്പോർട്ട് ചെയ്യുകയില്ലേ? ഇതാണ് നമുക്ക് വേണം. അപ്പൊ അതുപോലെ നിങ്ങൾ എഴുതി ഉണ്ടാക്കാത്ത ഒന്നും നിങ്ങൾ നേടാൻ പോകുന്നില്ല കേട്ടോ. ഹലോ, ഡ്രീംസ് ഉണ്ടായാൽ മാത്രം പോലെ, നീഡ് ഉണ്ടായാൽ മാത്രം പോലെ, they have to be written down. Only written down goals will be achieved. എഴുതാത്തതൊന്നും നിങ്ങൾ നേടില്ല. റൈറ്റ്, എഴുതി വെക്കണം. ഇപ്പോഴും ഇത്രയും വർഷമായിട്ട് എഴുതാത്ത പലരും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. എൻ്റെ സുഹൃത്തെ, മനസ്സിലുണ്ടായിക്കോട്ടെ, പക്ഷെ അത് പേപ്പറിൽ എഴുതുകയും കാണുന്ന രീതിയിൽ ഒട്ടിക്കാനുള്ള ഗഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ that will be fast achieved. ക്ലിയർ ആണോ അല്ലേ? എനിക്ക് ഒരുപാട് കഥകൾ കേൾക്കാം. നിങ്ങൾ ഇനി അഥവാ കേൾക്കാനും വായിക്കാനും ഒക്കെ താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. സീക്രട്ട് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അതിന് മലയാളം ഇറക്കിയിട്ടുണ്ട്, സ്വകാര്യം അല്ലേ? ഇല്ലെങ്കിൽ അതിന് വീഡിയോ കിടപ്പുണ്ട്. വീഡിയോ കാണുന്ന കൂടുതലാണെങ്കിൽ സീക്രട്ട് നടത്തിയാൽ മതി. അതിനകത്ത് പറയുന്ന കാണാം, അണ്ടർലൈൻ യു ഡോണ്ട് റൈറ്റ് ഡൗൺ യു ഡോണ്ട് അച്ചീവ് ഇറ്റ്. എഴുതി വെച്ചില്ലെങ്കിൽ നിങ്ങൾ നേടില്ല. എഴുതി വെച്ചാൽ മാത്രം പറയാം, ഒളിപ്പിച്ച് വെക്കരുത്, കാണാൻ പറ്റണം. ക്ലിയറാണോ? നിങ്ങൾക്കറിയാം, നമുക്ക് എല്ലാവർക്കും പ്രൗഡായിട്ടുള്ള ഒരു ലേഡി ആണ് നമുക്കറിയാം, ഐഷത്ത കുഴപ്പമൊന്നുമില്ല. ക്ലിയറാണോ? ആ പുള്ളിക്കാരത്തി പറഞ്ഞത് പുള്ളിക്കാരത്തേക്ക് ഉണ്ടാകുന്ന മതിലിന് ഭിത്തിയില്ലായിരുന്നു. മീൻസ് 4 മതിലുകൾക്ക് ഭിത്തിയില്ല, ഓലയാണ്. അതിന്റെ മുകളിൽ ചാണകം കൊണ്ടാണ് തിരിച്ചായിരുന്നത്. ക്ലിയർ ആണോ? അപ്ലൈൻ പറഞ്ഞു ഇരുന്ന് എഴുതാൻ പറഞ്ഞു, ഡീസൻ്റ് ആയിട്ട് ഇരുന്ന് എഴുതി, പക്ഷെ എവിടെ ഒട്ടിക്കും? ഹലോ, ക്ലിയർ ആണോ? എന്നിട്ട് കൊണ്ടുപോയി ഇത് ആ ചാണകത്തിന്റെ മതിലെ കൊണ്ടുവന്ന് ആ സാധനം ഒട്ടിച്ചിട്ട് അതിന്റെ മുകളിൽ പിന്നെ ചാണകം വെച്ചിങ്ങനെ തേച്ച് പിടിച്ചു. എന്നിട്ടാണ് കുത്തി എഴുതുകൊണ്ട് ആ സ്വപ്നത്തെ കണ്ടുകൊണ്ട്. ഇന്ന് പുള്ളിക്കാർക്ക് എത്ര കാറെന്ന് പറയുമോ? 3 കാർ, 3 ഇന്നോവ ഉൾപ്പെടുന്ന 3 കാർ. എത്ര വീടുണ്ടെന്ന് അറിയാം? 2. 1 കോടിയുടെ 2 വീടാണ്. ക്ലിയറാണോ? വിദ്യാഭ്യാസം 6ാം ക്ലാസ്. അതൊക്കെ അറിയാം. ഞാൻ പറഞ്ഞോണ്ട് വന്നത് ഇത്രയൊക്കെ വന്നു പറഞ്ഞു കാണിച്ചു തന്നു. എന്നാലും അത് ഐഷത്തേക്ക് പറ്റും. ക്ലിയർ ആണല്ലോ? കാരണം നമ്മളവിടെ എന്റെ പ്രശ്നങ്ങൾ സാറിന് അറിയില്ലല്ലോ. ക്ലിയർ ആണോ? എന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരാതികളും കേട്ടാൽ സാർ പറയും ചെയ്യണ്ടെന്ന്. ക്ലിയർ ആണോ? നമ്മൾ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ നമ്മുടേതായിട്ടുള്ള ബുദ്ധിമുട്ട്, പ്രയാസം, കഷ്ടപ്പാട്, ബുദ്ധിമുട്ട് ഇതിനെ ഇങ്ങനെ ഓമനിച്ച് താലോലിച്ച് വലിപ്പത്തിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അതേസമയം സാധ്യതയുടെ ഒരു ലോകത്താണെന്നും ആവശ്യകത ഉണ്ടെങ്കിൽ അത് നിറവേറ്റാൻ പറ്റുന്ന സാധ്യത ഉണ്ടെന്നും മനസ്സിലാക്കാൻ പറ്റിയാൽ രക്ഷപ്പെടും. ക്ലിയർ ആണോ? അത് നിങ്ങൾ എഴുതി വെക്കണം.
101 ഗോൾ ഒരു ബുക്കുണ്ട്, 101 ഗോൾ. അത് എഴുതി വെച്ചൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ 24-ാമത്തെ വയസ്സിൽ 78 എണ്ണം പുള്ളി നേടി. അതിനകത്ത് ഒന്നാണ് മൗണ്ട് എവറസ്റ്റ് കീഴടക്കുക. പേരാണല്ലേ? റീഡ് ബൈബിൾ ഫ്രം കവർ ടു കവർ. ആദ്യം മുതൽ അവസാനം വരെ ബൈബിൾ വായിക്കുക. നിങ്ങളുടെ മതഗ്രന്ഥം പൂർണ്ണമായിട്ട് വായിച്ചവരാരെങ്കിലും ഇവിടെ നിൽക്കും? പൂർണ്ണമായിട്ട് വായിച്ചു? എത്ര വായിച്ചു? എല്ലാ ദിവസവും ഫുള്ളായിട്ട് വായിക്കും? എല്ലാ വർഷവും. എന്നാലും കേൾക്കുന്നത് അതൊരു ഗോളാണ്. നിങ്ങൾ അതിനകത്ത് വെസ്റ്റേജിൽ വരേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. വെസ്റ്റേജ് അല്ലാതെ ബൈബിൾ വായിക്കാം. പക്ഷെ എന്തുകൊണ്ട് വായിച്ചിട്ടില്ല? ഞാൻ പറയാൻ കാര്യം, എനിക്ക് തബല പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ളൂ. എൻ്റെ ജന്മത്തിൽ പഠിക്കാൻ പറ്റിയിട്ടില്ല. ക്ലിയർ ആണോ? പക്ഷെ എൻ്റെ 2 മക്കളും ഇപ്പോൾ തബലിസ്റ്റുകളാണ്. അവരിലൂടെ ഞാൻ നിർവചനം നേടുന്നുണ്ടെന്ന് മാത്രമല്ല, ഞാനൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ നേടിയതിനു ശേഷം ഞാനും തബല പഠിക്കാൻ പോകും. അതൊരു ഗോളാണ്. ക്ലിയർ ആണോ? എന്നുള്ള നമ്മൾ കേൾക്കാറുണ്ട്, അൽഷിമേഴ്സ് വരാതിരിക്കാൻ ഏറ്റവും നല്ല പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ പുതിയ സാധനങ്ങൾ പഠിക്കുക, നാളെ ഇതൊക്കെ ചെയ്തിട്ടില്ലാത്ത ചെയ്യുക എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. എല്ലാം പൈസയിൽ ദുർബലമാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എഴുതി വെക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ചാൽ മാത്രം പോരാ, യു ഹാവ് ടു പിക്ചറൈസ് ഇറ്റ്. അതിന്റെ പടം പറ്റുമെന്നുണ്ടെങ്കിൽ പിക്ചറൈസേഷൻ. പിക്ചറൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെ ഇവിടെ ഈ കാർ പിടിക്കണമെന്ന് ആഗ്രഹമുള്ള വ്യക്തി. ഓക്കെ, എല്ലാവരും കാർ പിടിക്കാതെ. ഓക്കെ, ഏതാണ് ഏത് കളർ? ഏത് കളർ? ഇതാണ് എന്ത് വരെയാ കോൺട്രോൾ? എത്ര രൂപ കോൺട്രോൾ? കഴിഞ്ഞു. ഫെയിൽ. ഏത് കളർ? ആ, ഏതാ കളർ? പെട്ടെന്ന് പെട്ടെന്ന് ഏതാ കളർ? ഏത് കളർ? നീല മാരുതി. ഏതാ മാരുതി? ഏതാ? ഫെയിൽ. ഫെയിൽ. കൈയുടെ എണ്ണത്താണ്. പിന്നെ കാലാണ് പോർഷെ. ഏതാ കളർ? കോൺട്രോൾ എത്ര? കാർന്ന് പറഞ്ഞ ചാടി എന്നിട്ട് അവൻ മാറ്റിയില്ലെന്ന് പറയില്ല, അവൻ പോർഷനെ പറയുള്ളൂ. ക്ലിയർ ആണോ? ഹലോ, അതിനെ കല്ലിൽ എഴുതുക എന്ന് പറയും, ശിലാലിഖിതം എന്ന് പറയും. ക്ലിയർ ആണോ? കോറിയിടണം, മാറ്റി പറയരുത്. എടാ പോർഷ അല്ലടാ, അവന് പോർഷേ കാറ്. ഞാൻ ഏത് കാര്യം അവന് മുന്നോട്ട് വരാം? പോർഷ. ക്ലിയർ ആണോ? നാളെ എന്താണ് പ്രിയദർശന്റെ കാര്യം? അവൾ പറഞ്ഞാൽ 1 കോടിയുടെ കാറ് പുള്ളി മേടിച്ചിട്ടുണ്ട്. നോക്കിയപ്പോൾ 2 ഡോറേ ഉള്ളൂ. എന്റെ മനുഷ്യ, അറ്റ്ലീസ്റ്റ് ഇത്രയും പൈസ കൊടുത്തൊരു 4 ഡോറെങ്കിലും ഉള്ളവരുടെ മേടിക്കണം. അപ്പൊ അതുപോലെ ആയിരിക്കും പലിശ. അല്ലല്ലേ? ഇപ്പൊ പുറകെ കളവ് പോകണമെങ്കിലോ അത് ഫ്രണ്ട് തുറന്ന അവസ്ഥയാണ്. ഓ, 4 ഡോറുള്ള സുഖമായിട്ട് അവർക്കെങ്കിലും കയറാം. അപ്പം ചോദ്യം ഇതുപോലെ ആയിരിക്കണം. അതിനാണ് പിക്ചറൈസേഷൻ. ക്ലിയർ ആണോ? ഈ പിക്ചർ വെറുതെ ഉണ്ടാകാൻ പോലെ ഇത് മേടിച്ച് ഒട്ടിക്കണം. എവിടെ ഒട്ടിക്കണം? എവിടെ ഒട്ടിക്കണം? ധൈര്യം ഉണ്ടെങ്കിൽ ഡ്രോയിങ് റൂമിൽ ഒട്ടിക്കും, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബെഡ്റൂമിലെങ്കിലും ഒട്ടിക്കും. എന്താ വ്യത്യാസം? ആ, ഡ്രോയിങ് റൂമിൽ ഗസ്റ്റ് വരില്ല. അല്ല സോറി, ബെഡ്റൂമിൽ ഗസ്റ്റ് വരില്ല, ഡ്രോയിങ് റൂമിലോ? ആ, ഇതാ എന്റെ കാറതാണല്ലേടി. ഉടനെ നിന്ന് ചുരുക്കി അങ്ങനെയില്ല. ഉടനെ ഇതാണ് കാറ്. ഹലോ, നീ മേടിക്കാൻ പോകാം? ആ, മേടിക്കാൻ പോകാം. ക്ലിയർ ആണോ? ഇത് പറയുന്നതോടി ഉള്ളിൽ നീറ്റിൽ വരും. ഇനി ഇപ്പോൾ എന്നെ വഴിയിലൂടെ നടക്കാൻ സമ്മതിക്കുമെന്ന് തോന്നിട്ട് ആ ചോദ്യം കേൾക്കുമ്പോഴായിരിക്കണം. ഉടക്കാൻ പോകല്ല, മേടിക്കാൻ പറ്റണം. ക്ലിയർ ആണോ? 2, രാത്രി ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ആദ്യം കണ്ടോണ്ടായിരുന്നെങ്കിൽ പിക്ചർ ആയിരിക്കണം. ആരെ വീട് പണിയാൻ പോകുന്നത്? ആരെങ്കിലും വീടിനെ പറ്റി ചിന്തിക്കുന്നുണ്ടോ? ഒരു സ്വന്തമായിട്ട് വീട് വേണമെന്ന് പറയുന്നത്. ആ, എത്ര സ്ക്വയർ ഫീറ്റാണ്? എത്ര സ്ക്വയർ ഫീറ്റാണ്? 2000 എത്ര ബെഡ്റൂമാണ്? എത്ര ബെഡ്റൂമാണ്? നീ കളർ എന്താ? കളർ ഏതാ ബെഡ്റൂമിന്റെ? ഏത്? എല്ലാത്തിനും 4? ആ, പെട്ടെന്ന് ആ, ഇതാണ് വേണ്ടത്. അതായത് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, നിങ്ങൾ ജീവിക്കണം. ഹലോ, യെസ് ഓർ നോ? ഒരു വീടാണെങ്കിൽ അതിന്റെ പ്ലാൻ വരച്ചാൽ പിന്നെ ആ വീട്ടമ്മ ജീവിക്കുന്നത് മറ്റേ ഒറ്റമുറി വീട്ടിലായിരിക്കും. പക്ഷെ നടക്കുമ്പോഴൊക്കെ ആ വല്ലാണ്ട് കൂടെ നടക്കുന്ന നീല ബെഡ്റൂമിലോട്ടൊന്ന് കയറി, അത് കഴിഞ്ഞാൽ മറ്റേലൊന്ന് കയറി. ക്ലിയർ ആണോ? ഹലോ, അതൊരു ഭ്രാന്താണ്. ആ ഭ്രാന്ത് ഉണ്ടെങ്കിലേ നേടുള്ളൂ. ക്ലിയർ ആണോ? അല്ലേ? നിങ്ങൾ ഇത്ര നാള് നോർമലായിട്ട് ജീവിച്ചില്ലേ? എന്തെങ്കിലും മെച്ചം ഉണ്ടായോ? അനിച്ച് വട്ടായിട്ട് ജീവിക്കും, എന്തെങ്കിലും മെച്ചം ഉണ്ടോ? ക്ലിയർ ആണോ? അല്ലേ? സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ബി സ്റ്റുപ്പിഡ് ആൻഡ് റിച്ച് than normal and exactly വെറും
ദാരിദ്ര്യവാസിയായിട്ട് ഇങ്ങനെ നോർമലായിട്ട് ജീവിക്കുന്നതിന് വന്നാൽ ഇത്തിരി അബ്നോർമൽ ആയിരിക്കും, ഇച്ചിരി ഭ്രാന്ത് വന്നാലും കുഴപ്പമില്ല, പക്ഷെ നേടുന്നെങ്കിലും. ഹലോ, സോ ഇതുകൊണ്ട് തന്നെ യു ഹാവ് ടു പിക്ചറൈസ് ഇറ്റ്, വെർബലൈസ് ഇറ്റ്, യു ഹാവ് ടു വെർബലൈസ്. എന്താ വെർബലൈസ് എന്ന് പറഞ്ഞാൽ? ഹലോ, പറഞ്ഞുകൊണ്ടിരിക്കുക. ദിവാസ്വപ്നം കാണുന്നത് പറയാമല്ലോ, ഇത് പഠിക്കണമല്ലോ, ചുമ്മാ കുട്ടികളോട് പുറകോട്ടുകൊണ്ടിരിക്കുന്നു. രസമാണോ? പക്ഷെ ഇപ്പൊ നമ്മളോട് പറയുന്നത് കൊടുത്തോണ്ടിരിക്കുകയാണ്, കൊടുത്തോണ്ടിരിക്കുക. ക്ലിയറാണോ? മറ്റുള്ളവർ നമുക്ക് കൊച്ചു പോയി കിടക്കുക, അത് എപ്പോ കൊച്ചിരിക്കുന്നത് ജീവിക്കുക. എന്തുകൊണ്ടാണ് ഈ റിപ്പീറ്റ് നമ്മളോട് കൺഫർമേഷൻ കൊടുക്കുക. ക്ലിയറാണോ? ഐ ഓൺ ഇറ്റ്. ദയവേത് ഞാൻ മേടിക്കുന്നു പറഞ്ഞേക്കരുത്. ഞാൻ മേടിച്ചു, ഐ ആം ലിവിങ്, ഐ ആം എൻജോയിങ്. ബുദ്ധിമുട്ടാണോ? അല്ലേ? ആണെന്നോ അല്ലെന്നോ? ആണ്, അനുഭവിക്കും. ഹലോ, കുറച്ച് ബുദ്ധിമുട്ടിയാൽ മാത്രമേ എന്തെങ്കിലും നേടുകയുള്ളൂ. ഒരാൾ ഒന്നും ഈസി ആയിട്ട് നേടില്ല. ക്ലിയർ ആണോ? അല്ലേ? സോ ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ എനിക്ക് എൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. ബാക്കി ഒന്നിനും എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ഇനി പറയുന്നതിനകത്ത് ഞാൻ ശരിക്കും ഞാൻ എൻ്റെ വൈഫ് എൻജോയ് ചെയ്തു. ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ ആദ്യത്തെ ട്രിപ്പ് പോകുമ്പോൾ, സ്വിറ്റ്സർലൻഡ് അന്ന് ഇന്നത്തെ പോലെ തന്നെ എല്ലായിടത്തും ഫോട്ടോ വയ്ക്കാൻ പറ്റില്ല, ഇത്രയ്ക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഇതൊന്നുമില്ല. പക്ഷേ സ്വിറ്റ്സർലൻഡിനെ പറ്റി ഓർക്കുമ്പോൾ ഒരു ചിത്രമുണ്ട്, ഒരു ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിനടി കൂടെ ഇങ്ങനെ കപ്പൽ കടന്നു പോകുന്നു, അതിന്റെ മുകളിൽ ആൾ നിൽക്കുന്നു. ഈ ചിത്രം എവിടുന്ന് എന്റെ തലയിൽ കയറിയിരുന്നു. ഈ ചിത്രം സംഘടിപ്പിക്കാൻ വേണ്ടി ഞാൻ കറങ്ങി നടന്ന് അന്ന് കഫേലൊക്കെ പോകണം. കഫേലൊക്കെ പോയിരുന്ന് കളർ പ്രിന്റിനകത്ത് നല്ല പൈസ കൊടുക്കണം. അതെടുത്ത് വന്നിട്ട് ഞാൻ 2-3 കോപ്പി എടുത്തു പോകുന്നു. എന്നിട്ട് വീടിന്റെ അവിടെ ഇവിടെ കൊടുത്തു വെച്ചു. ക്ലിയറാണ്? എന്നിട്ട് ഞങ്ങൾ ആൾറെഡി സ്വിറ്റ്സർലൻഡിൽ പോയി എന്ന് പറയാൻ പറ്റാം. പുള്ളിക്കാരത്തിൽ ഞാൻ പോയിട്ട് പോകാം, മര്യാദ പറയേ ഇന്നുണ്ട് സ്വിറ്റ്സർലൻഡ്, നമ്മളെല്ലാം സ്വിറ്റ്സർലൻഡ്. ക്ലിയറാണ്? ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു. അവസാനം ഇതിന്റെ സെലക്ഷനും കാര്യങ്ങളും വന്ന സമയത്ത് വളരെ പരിതാപകരമായ അവസ്ഥയിൽ ഞാൻ റെഡിയാണെങ്കിലും എന്റെ കൂട്ടത്തിലുള്ളവർ റെഡിയാവുന്നില്ല. മീൻസ് ആ ലെവൽ എത്തിയിട്ടില്ല. ഞങ്ങളാകെ ഒരു വലിയൊരു പരിതാപകര അവസ്ഥ. ഞങ്ങൾ എത്തിയതായിട്ട് ഞങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുക, പറച്ചിലും ഈ പറഞ്ഞ കാര്യങ്ങൾ 3 ഞാൻ ചെയ്തു. റിട്ടേൺ ആവും എഴുതി വെച്ചു, വി ആർ ഇൻ സ്വിറ്റ്സർലൻഡ്. അത് കഴിഞ്ഞ് എൻ്റെ പടം എടുത്ത് ഒട്ടിച്ചു. അതിനുശേഷം പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ സംഭവം എത്തുമെന്നുള്ള കാര്യത്തിലില്ല. പക്ഷെ ഏറ്റവും രസമുള്ള കേസ് സർപ്രൈസിംഗ്ലി ടൈം പീരീഡ് കഴിഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടി തന്ന ഒരാഴ്ച നീട്ടി കിട്ടി. ആ നീട്ടി കിട്ടിയ സമയത്തുള്ള ഞങ്ങളുടെ ടീം പ്ലേയേഴ്സ് ക്വാളിഫൈ ആയി. ഞങ്ങൾ 8 ഫാമിലി ഒരുമിച്ച് സ്വിറ്റ്സർലൻഡിൽ. ഈ ഒട്ടിച്ച് വെച്ച പാലം എവിടെ നിന്ന് ആർക്ക്? സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കേരള പോലിരിക്കോ, പള്ളുരുത്തി പോലിരിക്കോ? രാജ്യമല്ലേ? അവിടെ ഈ പാലം എവിടെ നിന്ന് ആർക്കറിയും? ഹലോ, പക്ഷെ ഏറ്റവും രസമുള്ള കേസ്, ഒരു ദിവസം വൈകുന്നേരം ഞങ്ങൾ ഇങ്ങനെ ആട്ടുകൂട്ടത്തിനൊക്കെ ഇങ്ങനെ തെളിച്ചോണ്ട് ഇങ്ങനെ പോവുക. മലയാളികളല്ലേ, എല്ലാം ഇങ്ങനെ കൂടി കിടക്കുക. എന്ന് കഴിഞ്ഞ് ഞങ്ങൾ ഒരു പെർട്ടിക്കുലർ സ്ഥലം ചെന്നിട്ട് ടൗണിൽ ചെന്നപ്പം ഞങ്ങൾ ഒട്ടിച്ചു വെച്ച പാലവും ആ പാലത്തിനിടയിൽ കൂടെ കപ്പൽ കടന്നു പോകുന്നു. ഞാൻ അവിടെ ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. ആ ഫോട്ടോ ഞാൻ പറഞ്ഞ പവർ ഓഫ് ഡ്രീം. ഡ്രീമിന്റെ പവറാണ്. ഈ പാല ഏതാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്ന് ഇങ്ങനെ കറങ്ങി കിടക്കുകയാണ്. ഒന്നുമില്ല, കറങ്ങലല്ലേ. അപ്പം ഈ ചങ്ങനാശ്ശേരി താറാമൂട്ടം നടക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം ചെന്നിങ്ങനെ വൈകുന്നേരം നോക്കി കഴിയുമ്പോൾ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഞങ്ങൾ ഈ പാലത്തിൽ ഞങ്ങൾ എഴുന്നേറ്റ്. ഞാൻ നമ്മുടെ പാലം അവിടെ കയറി ഞങ്ങൾ ആ ഒരു ഫോട്ടോ എടുത്തു. ആ ഒരു സാധനം ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര അത് പവർ ഓഫ് ഡ്രീം. ഇതുപോലെ എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തിയാണ് നിജു ആൻഡ് സൗമ്യ. ഇവരെ തായ്ലൻഡിൽ പോയ സമയത്ത് ഇവർ പറഞ്ഞൊരു റൂം ഉണ്ടായിരുന്നു. റൂം നമ്പർ എന്ന് പറഞ്ഞൊരു റൂം എഴുതി വെച്ചു. അത് ഫേസിംഗ് ടു സീ എന്ന് പറഞ്ഞു. അങ്ങനെ ഹോട്ടലിലെ മുറികളെല്ലാം ഫേസിംഗ് ടു സീ ഒന്നുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫേസ് ചെയ്യും. പക്ഷെ ഏറ്റവും രസമുള്ള കാര്യം, ഇവർ കിട്ടിയ റൂമും ഇവർ കിട്ടിയ നമ്പറും സെയിം ആയിരുന്നു എന്ന് മാത്രമല്ല കടലിലേക്ക് ഫേസ് ചെയ്തത്. അതെ. സോ ഞാൻ പറയുന്നത് എങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മനസ്സിന്റെ അതീതമായ ശക്തിയുണ്ട്, സ്വപ്നങ്ങൾക്കുള്ള ശക്തിയുണ്ട്. അത് നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ ഇത് 3 നിങ്ങൾ ചെയ്യണം. ചെയ്യാൻ ആദ്യം മടിയാണ്, എനിക്കറിയാം. ഇത് നിങ്ങൾ കേട്ടിട്ട് പോയാലും നിങ്ങൾ ചെയ്യില്ല, അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇത് എന്ന് ചെയ്യുന്നു അങ്ങോട്ട് നിങ്ങൾ റിയലൈസ് ചെയ്യും. ക്ലിയർ ആണല്ലോ? സോ ഡ്രീം ഇല്ലാത്ത ഒരു വ്യക്തിയും ഈ ബിസിനസ്സിലൊന്നും നേടാറില്ല. ഡ്രീം ഉണ്ടായതുകൊണ്ടും നേടാറില്ല. ഡ്രീം ഉണ്ടായവയെ എഴുതി വെക്കണം, അതിന് ഡേറ്റ് ഇടണം. ഡേറ്റ് ഇടുന്നതിന് മുമ്പ് അപ്ലൈനോട് ചെക്ക് ചെയ്യണം. ഹലോ, ചുമ്മാ പോയി കുത്തിയിരുന്ന ഡേറ്റ് കിട്ടുക, ഇടയ്ക്ക് മാറ്റി പറയരുത്. ആ പണി ചെയ്തേക്കരുത്. ഇട്ട ഡേറ്റിൽ നേടുക എന്നുള്ള കാര്യം. ആ നേടണമെന്നുണ്ടെങ്കിൽ ഏത് വരുമാനം, ഏത് പിന്ന്, എപ്പോൾ എത്തും, അതെല്ലാം ക്ലിയർ ആയിട്ട് ഞങ്ങളുടെ വരുമാനം എത്തണം എഴുതുക. റൈറ്റ്? എന്നിട്ട് അതിന്റെ പടം എടുത്ത് വയ്ക്കുക. ആ പടത്തിൽ നിങ്ങൾ ജീവിക്കുക. വീടാണെങ്കിൽ ആ വീട്ടിൽ നിങ്ങൾ ജീവിക്കുക. വാഹനമാണെങ്കിൽ നിങ്ങൾ ആ ഡോർ അടച്ചു തുടങ്ങുന്ന സൗണ്ട് കേൾക്കും. ബും, ഇങ്ങനെ ഡോർ അടച്ചു ബും സൗണ്ട് ഇങ്ങനെ കേൾക്കണം. ക്ലിയർ ആണോ? ടെസ്റ്റ് ഡ്രൈവിന് പോവുക. പോകുമ്പോൾ മക്കളുണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂട്ടിക്കൊള്ളുക. ബാക്കി പ്രശ്നം അവരെ പോയിക്കോളൂ. ക്ലിയർ ആണോ? ഇല്ലേ? ഹലോ, നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞ് വന്നാൽ പിന്നെ നിങ്ങൾ സമാധാനിക്കും, നിങ്ങളെ സമാധാനിക്കാൻ അവർ സമ്മതിക്കും. രസമാണോ? പോകുന്ന എല്ലാ കാരണങ്ങളും നമ്മുടെ വണ്ടി പോകുന്നു. ക്ലിയർ ആണോ? അല്ലേ? അപ്പൊ അതുകൊണ്ട് പിക്ചർ വെർബലൈസ് പറഞ്ഞാലേ സ്വന്തം സ്വമേധയ സെൽഫ് ടോക്ക് എന്ന് പറയും. സെൽഫ് ടോക്ക്
ടൊമാറ്റോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്വപ്നങ്ങളിലേക്ക് ഞാൻ വീണ്ടും നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു. ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ പ്ലാൻ കാണിക്കാത്തതുകൊണ്ടല്ല, നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ടല്ല, നിങ്ങൾ